വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള വൻകരകൾ എന്ന് പറയുന്ന ടോപ്പിക്കില് യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. ഏറ്റവും അധികം വികസിത രാജ്യങ്ങളുള്ള വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ഏതാണ്? യൂറോപ്പാണ്. അപ്പൊ വികസിത രാജ്യങ്ങൾ കൂടുതൽ എവിടെയാണ്? യൂറോപ്പിലാണ് എന്ന് മനസ്സിലാക്കുക. വലിപ്പത്തിൽ പറയുമ്പോൾ വൻകരകളില് 6ാം സ്ഥാനാണ് അത്രേ യൂറോപ്പിന് വലിപ്പത്തിൽ വൻകരകളിൽ എത്ര സ്ഥാനാണ്? 6ാം സ്ഥാനാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എൽബ്രൂസ് ആണ് നമ്മൾ പറയും. അപ്പൊ മൗണ്ട് എൽബ്രൂസ് എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? യൂറോപ്പാണ്. യൂറോപ്പിലാണ് മൗണ്ട് ഏറ്റ്ന, അതുപോലെ തന്നെ സ്ട്രംബോളി എന്നീ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ യൂറോപ്പിൽ കാണപ്പെടുന്ന പ്രധാന അഗ്നിപർവ്വതങ്ങളുടെ പേര് ഏതൊക്കെയാണ്? ഒന്ന് മൗണ്ട് ഏറ്റ്ന ഉണ്ട്, അടുത്തത് സ്ട്രംബോളി ഉണ്ട്. ഇനി യൂറോപ്പിൽ കാണപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പുൽമേടുകളെ നമ്മൾ വിളിക്കുന്നത് സ്റ്റേപ്പീസ് എന്നാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേപ്പീസ് എന്ന പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? യൂറോപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? യൂറോപ്പിൽ തന്നെയാണ്. വോൾഗ എന്ന നദിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? വോൾഗ നദി. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ. അതുപോലെ യൂറോപ്പിന്റെ പ്രത്യേകത മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പാ പറയാം. മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അതുപോലെ വൈൻ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡവും യൂറോപ്പ് തന്നെയാണ്. വൈൻ പ്രൊഡക്ഷനിൽ 1ാം സ്ഥാനം ആർക്ക്? അത്രേ യൂറോപ്പിനാണ് കേട്ടോ. ഇനി ഈ യൂറോപ്പിലാണ് കരിങ്കടൽ സ്ഥിതി ചെയ്യുന്നത്. കരിങ്കടൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലാന്ന് പറയണം. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വത്തിക്കാനാണ് നമ്മൾ പറയാം. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? വത്തിക്കാനാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദീമുഖമാണ് ചോദിക്കുന്നതെങ്കിൽ ഓബ് നദീമുഖമാണ്. പലപ്പോഴും ലാസ്റ്റ് പീരീഡ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദീമുഖം ഏതാണ്? ഓബാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ലോകത്തെ ഏറ്റവും അധികം സമയമേഖലകൾ ഏത് രാജ്യത്താന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ലോകത്ത് ഏറ്റവും അധികം സമയമേഖലകളുള്ള രാജ്യം യൂറോപ്പിലെ ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? റഷ്യയിലാണ്. നമുക്കറിയാം 5 ഇയർ പ്ലാൻസ് ആരംഭിച്ചത് എവിടെയാണ്? റഷ്യയിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ കൺട്രി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ റഷ്യ ആണെന്ന് പറയണം. ഏറ്റവും കൂടുതൽ കൺട്രീസുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ കൺട്രി ഏതാണ്? റഷ്യ ആണ് കേട്ടോ. ഈ റഷ്യയുടെ ആദ്യത്തെ തലസ്ഥാനം സെന്റ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു. ഇപ്പോഴത്തെ തലസ്ഥാനം ഏതാണ്? റഷ്യയുടെ മോസ്കോ ആണ്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ്. മുമ്പ് ഏതായിരുന്നു? സെന്റ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു. ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഉണ്ടല്ലോ, അതിന് വേറൊന്ന് 2 പേരുകളുണ്ട്. ഒന്ന് പെട്രോഗ്രാഡ്. എന്താണ്? പെട്രോഗ്രാഡ്. അടുത്തത് ലെനിൻഗ്രാഡ്. അപ്പൊ പെട്രോഗ്രാഡ്, ലെനിൻഗ്രാഡ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് റഷ്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. ഇനി അടുത്തത് നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ USSRനെ കുറിച്ച് അല്ലെ. 1922 തുടങ്ങി 1991 വരെ നിലവിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ഏകീകൃത റിപ്പബ്ലിക് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ USSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ USSR നിലവിൽ വന്നത് എപ്പോഴായിരിക്കും? 1922 തുടങ്ങി നമ്മൾ പറഞ്ഞു അല്ലെ. 1922 ഡിസംബർ 30-നാണ് എന്ത് നിലവിൽ വന്നത്? USSR നിലവിൽ വരണം കേട്ടോ. ഇനി സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്ന രാജ്യങ്ങൾ ചേർന്ന് 91 ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ സംഘടനയുടെ പേര് CIS അഥവാ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റോക്സ് എന്നാണ്. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റോക്സ് എന്നാണ്. ഇനി അടുത്തത് USSRനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് കൊണ്ട് ഇവിടെ പറയണില്ല. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിത്വാനിയയാണ് പറയാം.
സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഏതാണ്? ലിത്വാനിയയാണ് കേട്ടോ. ഇനി നമ്മൾ റഷ്യയെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതായത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പകർന്ന യൂറോപ്യൻ രാജ്യമാണ് റഷ്യ. തലസ്ഥാനം ഇപ്പൊ മോസ്കോ ആണെന്നൊക്കെ പറഞ്ഞു. ആ റഷ്യയെ കുറിച്ച് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യയുടെ ദേശീയ നദി ഏതാണ്? വോൾഗ നദിയാണ്. റഷ്യയുടെ ദേശീയ നദി ഏതാണ്? വോൾഗ. യൂറോപ്പിൽ ഏറ്റവും നീളം കൂടിയ നദിയായ വോൾഗ റഷ്യയുടെ ദേശീയ നദി കൂടിയാണെന്ന് ഓർക്കണം. ഇനി അടുത്തത്, നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഏത് യൂറോപ്യൻ കൺട്രിയിലാണ്? ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയുടെ പ്രത്യേകത, ഇറ്റലി ബൂട്ടിന്റെ ആകൃതിയിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ബൂട്ടിന്റെ ആകൃതിയിലുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഉത്തരം ഏത് തന്നെയാ പറയേണ്ടത്? ഇറ്റലി തന്നെയാണ് പറയേണ്ടത്. ഇനി ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവരുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ആദ്യമായിട്ട് മലേറിയ തുടച്ചു നീക്കപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലാണെന്നാ പറയാം. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് മലേറിയ പൂർണ്ണമായും ഇല്ലാതായത് എവിടെയാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പറയണത്? യൂറോപ്പിലാണ് എന്നാ പറയണത്. ഇനി ഇപ്പോഴത്തെ പോലീസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മളിപ്പോ കേരളത്തിൽ പഠിക്കുമ്പോൾ പണ്ട് കാലത്ത് കാവൽ എന്ന് പറയുന്നത് തിരുവിതാംകൂർ പോലീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കുറിച്ച് പഠിക്കും. പോലീസിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ പോലീസ് സമ്പ്രദായത്തിലേക്ക് വന്നു. അപ്പൊ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ കാര്യമാണ് പറയണേ. അങ്ങനെ ആധുനിക പോലീസ് സമ്പ്രദായത്തിന് അല്ലെ, മോഡേൺ പോലീസ് സിസ്റ്റത്തിന് തുടക്കമിട്ടത് ബ്രിട്ടൻ ആണത്രേ. അപ്പൊ ആധുനിക പോലീസ് സമ്പ്രദായത്തിന് തുടക്കമിട്ട രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ദേശീയ പതാക അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിൽ അറിയപ്പെടുന്നേ? യൂണിയൻ ജാക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് യൂണിയൻ ജാക്ക് കേട്ടോ. ഇനി അടുത്തത്, പാർലമെന്റുകളുടെ മാതാവ്. നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. പാർലമെന്റുകളുടെ മാതാവ് ആരാണ്? ബ്രിട്ടൻ ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, വ്യവസായ വിപ്ലവം എവിടെ ആരംഭിച്ചേ? ഇംഗ്ലണ്ടിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി വെനീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആലപ്പുഴ പഠിച്ചപ്പോൾ നമ്മൾ കിഴക്കിന്റെ വെനീസ്, കഴ്സൺ പ്രഭു കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. റോഡുകൾ ഇല്ലാത്ത നഗരമാണ് വെനീസ്. ആലപ്പുഴയിൽ എന്ത് തന്നെയാണ്? വെള്ളം അല്ലെ, ജലഗതാഗതമാണ് കൂടുതൽ. അപ്പൊ റോഡുകൾ ഇല്ലാത്ത നഗരമാണ് വെനീസ്. ജലനഗരം, പാലങ്ങളുടെ നഗരം എന്നൊക്കെ എന്തിനെ വിളിക്കുന്നുണ്ട്? ഇത്രേ വെനീസിനെ വിളിക്കുന്നുണ്ട്. ഇനി അഡ്രിയാറ്റിക്കിന്റെ റാണി എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ കൺട്രി കൂടിയാണ് ഏത്? വെനീസ്. അഡ്രിയാറ്റിക്കിന്റെ റാണി എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും വെനീസ് ആണ് നമ്മൾ പറയാം കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം. നമ്മളോട് ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടുണ്ട്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിക്കുന്നത് നമ്മൾ ഏതിനെയാണ്? ബ്രിട്ടനെയാണ്. ബ്രിട്ടന്റെ കോളനി ആയിരുന്നതും ഇന്ന് സ്വാതന്ത്ര്യം നേടിയതുമായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ നമ്മൾ വിളിക്കുന്നത് കോമൺവെൽത്ത് എന്നാണ്. നമ്മൾ കോമൺവെൽത്ത് ഒക്കെ എന്താ പറയുന്നത്, വേൾഡ് ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി. അവരുടെ ഒരു കൂട്ടായ്മയാണ് കോമൺവെൽത്ത്. ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്നത് ഹൈ കമ്മീഷണർമാർ എന്നാണ്. എന്താ വിളിക്കണേ? ഹൈ കമ്മീഷണർമാർ എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ, കോമൺവെൽത്ത് രാജ്യങ്ങളിലല്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളെ നമ്മൾ അംബാസിഡർമാർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? അംബാസിഡർമാർ എന്നാ വിളിക്കുക കേട്ടോ. ഇനി അടുത്തത്, യൂറോപ്പിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ലണ്ടനാണ്. യൂറോപ്പിൽ എവിടെയാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നേ? ലണ്ടനിലാണ് നടന്നത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിലും ഉത്തരം നമ്മൾ ഏതാ പറയുക? ലണ്ടൻ തന്നെയാണ് പറയുക. ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യത്തെ വനിത ആര് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം? മാർഗരറ്റ് താച്ചറിനെയാണ് കേട്ടോ. മാർഗരറ്റ് താച്ചർ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ വനിത. അവരുടെ ആത്മകഥയാണ്, അവരുടെ ഓട്ടോബയോഗ്രാഫിയാണ് ദ ഡൗണിംഗ് സ്ട്രീറ്റ് ഇയേഴ്സ് എന്നത്. ദ ഡൗണിംഗ് സ്ട്രീറ്റ് ഇയേഴ്സ് എന്നത് മാർഗരറ്റ് താച്ചറുടെ ആത്മകഥയാണ്. ആരാണ് മാർഗരറ്റ് താച്ചർ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ
ആദ്യ ലേഡിയാണ് മാർഗരറ്റ് താച്ചർ. ഇനി നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, തെംസ് നദിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. തെംസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ലണ്ടൻ പട്ടണം. തിരിച്ചാ ചോദിക്കാറ്, ലണ്ടൻ പട്ടണം ഏത് നദീതീരത്താണ് കാണപ്പെടുന്നത്? തെംസ് നദീതീരത്താണ് കാണപ്പെടുന്നത്. ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് കെൽറ്റിക് കടുവ. കെൽറ്റിക് കടുവ ഒരു പേരാണ്, ഒരു രാജ്യത്തിന്റെ പേരാണ്. കെൽറ്റിക് കടുവ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? അയർലൻഡ് ആണ് പറയേണ്ടത്. എന്താണ്? അയർലൻഡ് കേട്ടോ. ഇനി യാത്രക്കാർക്ക്, യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ പ്രിയപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ്. യാത്രികർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് ഏത്? ഫ്രാൻസ്. അതുപോലെ ടെന്നീസിന്റെ ജന്മദേശം എന്ന് വിളിക്കുന്നത് ഫ്രാൻസിനെയാണ്. വാറ്റ് നടപ്പാക്കിയ ആദ്യത്തെ രാജ്യവും ഏത് തന്നെയാണ്? ഫ്രാൻസ് തന്നെയാണ് കേട്ടോ. ഇനി ഈഫൽ ഗോപുരം. ഈഫൽ ഗോപുരം എല്ലാവർക്കും അറിയാം. അത് എവിടെയാ കാണണേ? പാരീസിലെ സീൻ നദിക്കരയിൽ കാണുന്നു. അപ്പൊ ഈഫൽ ഗോപുരം എവിടെയാണ്? പാരീസിലെ സീൻ നദിക്കരയിൽ കാണുന്നു. ഇനി ഈ ഈഫൽ ഗോപുരം ഉണ്ടല്ലോ, 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ നടന്ന യൂണിവേഴ്സൽ എക്സ്പോയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഗോപുരമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഈഫൽ ഗോപുരം എന്നതും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു സഞ്ചാരികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് ഏത്? ഫ്രാൻസ് അല്ലെ. അപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന മ്യൂസിയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസിലെ ലൂവ്ർ മ്യൂസിയം ആണ്. പാരീസിലെ ലൂവ്ർ എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അവിടെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്ന മ്യൂസിയം എന്ന് പറയുന്ന ബഹുമതി ആ മ്യൂസിയത്തിനാണ്. ഇനി ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗര ചോദിക്കണേ വെച്ചാലോ, അപ്പൊ നമ്മൾ പാരീസ് പറയും കേട്ടോ. അതുപോലെ തന്നെ യൂറോപ്പിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് യൂറോപ്പിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയുടെ പേരെന്താണ്? യൂറോ എന്നാണ്. യൂറോപ്യൻ യൂണിയൻ, നാറ്റോ എന്നിവയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കാച്ചാലും നമ്മൾ എന്താ ഉത്തരം പറയണ്ടേ? ബെൽജിയത്തിലെ ബ്രസൽസ് ആ പറയണ്ടേ. ഏതാ പറയണ്ടേ? ബ്രസൽസ് കേട്ടോ. ഇനി യൂറോപ്പിന്റെ തലസ്ഥാനം ഏതാണ്? അതും ഏതന്നെയാണ്? യൂറോപ്പിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? ബ്രസൽസ് ആണ്. യൂറോപ്പിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? ബ്രസൽസ് ആണ്. അതുപോലെ തന്നെ നമ്മളെ പ്രശസ്തരായിട്ടുള്ള ചില ചിത്രകാരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് വിൻസെന്റ് വാൻഗോഗ്, അതുപോലെ തന്നെ റംബ്രാൻഡ് അല്ലെ. ഇവരുടെയൊക്കെ ജന്മദേശം അല്ലെങ്കിൽ ജന്മരാജ്യം ഏതാണ്? നെതർലൻഡ്സ് ആണ്. ഏതാണ്? നെതർലൻഡ്സ് ആണ് അല്ലെ. ലോകത്തിന്റെ നിയമ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് നെതർലൻഡ്സിലെ ഹേഗാണ്. ലോകത്തിലെ നിയമ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് നെതർലൻഡ്സിലെ ഹേഗാണ്. അപ്പൊ ഈ വിൻസെന്റ് വാൻഗോഗും റംബ്രാൻഡും ഒക്കെ ജനിച്ചത് നെതർലൻഡ്സിലാണ്. ഈ വിൻസെന്റ് വാൻഗോഗിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 ചിത്രങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ചോദിച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ ഈറ്റേഴ്സ്. ഏതാണ്? പൊട്ടാറ്റോ ഈറ്റേഴ്സ്. വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്. എന്താണ്? വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്. ഇതൊക്കെ വിൻസെന്റ് വാൻഗോഗിന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ലോകത്തിന്റെ നിയമ തലസ്ഥാനാണല്ലോ ഏതാ? നെതർലൻഡ്സിലെ ഹേഗ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിവയൊക്കെ എവിടെയാ സ്ഥിതി ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെയാ പറയാ? ഹേഗിലാണെന്ന് പറയും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു നേരത്തെ നെതർലൻഡ്സിനെ കുറിച്ചിട്ട്. നെതർലൻഡ്സിലാണ് വിൻസെന്റ് വാൻഗോഗും അതുപോലെ തന്നെ റംബ്രാൻഡും ഒക്കെ ജനിച്ചത് എന്ന് പറഞ്ഞു. ടൂലിപ്പ് പുഷ്പങ്ങളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും നാട് എന്ന് നമ്മൾ നെതർലൻഡ്സിനെ വിളിക്കേണ്ടത് എത്രേ? ടൂലിപ്പ് പുഷ്പങ്ങളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും നാട് ഏതാണ്? നെതർലൻഡ്സ് ആണ്. പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന ഒരു തരം പശു ഉണ്ട്. ആ പശുവിന്റെ ജന്മദേശവും ഏതന്നെയാണ്? ഏതന്നെയാണ്? നെതർലൻഡ്സ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റീൻ പശുക്കളുടെ ജന്മദേശം നെതർലൻഡ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് മദർ തെരേസ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലേഡിയാണ് അല്ലെ. വളരെ ആരാധനയുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട്. മാസിഡോണിയയിലെ സ്കോപ്ജെ എന്ന് പറയുന്ന സ്ഥലത്താണ്. മാസിഡോണിയയിലെ സ്കോപ്ജയിലാണ്
നമ്മുടെ ആര് ജനിച്ചത്? ബഹുമാനിയായ മദർ തെരേസ ജനിക്കുന്നത്. അവരുടെ ശരിക്കുള്ള പേര്, യഥാർത്ഥ നാമം ഒന്നും കൂടെ ഓർത്തു വെക്കണം. ആഗ്നസ് ഗോൻഷ ബൊജാക്സ്യു. ആഗ്നസ് ഗോൻഷ ബൊജാക്സ്യു. ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പലയിടത്തും എഴുതിയൊക്കെ കണ്ടിട്ടുണ്ട്, സ്കാൻഡിനേവിയൻ കൺട്രീസ്. അപ്പൊ ചില കുട്ടികൾക്കെങ്കിലും സംശയം ഉണ്ടാവും, ഏതൊക്കെയായിരിക്കും സ്കാൻഡിനേവിയൻ കൺട്രീസ്? സ്കാൻഡിനേവിയൻ കൺട്രീസ് ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നീ രാജ്യങ്ങളെയാണ് നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതിനൊക്കെയാണ്? ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ്? സ്വീഡനാണ്. ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ചെറുതാ ചോദിക്കണ വെച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? ഡെൻമാർക്ക് പറയണം. ചെറുതേതാണ്? ഡെൻമാർക്കാണ് കേട്ടോ. ഇനി ലോകത്ത് ഏറ്റവും വടക്കേ അറ്റത്തെ തലസ്ഥാന നഗരം, ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ വടക്കത്തേക്ക്, കേരളത്തിന്റെ വടക്കത്തേക്ക് അങ്ങനെയൊക്കെ പഠിക്കണ പോലെ ലോകത്ത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ലൻഡിലെ റെയ്ക്ക് ജാവിക്കാണ് എന്ന് പറയും. ഐസ്ലൻഡിലെ റെയ്ക്ക് ജാവിക്കാണ്. ലോകത്ത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാനാണെങ്കിലോ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണും. അപ്പൊ തെക്കേ അറ്റത്ത് ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണും വടക്കേ അറ്റത്ത് ഐസ്ലൻഡിലെ റെയ്ക്ക് ജാവിക്കുമാണ് എന്ന് ഓർക്കുക. ഇനി നമ്മൾ വത്തിക്കാനെ കുറിച്ച് പഠിച്ചു അല്ലെ. ചെറിയ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് വത്തിക്കാൻ. വളരെയധികം ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് വത്തിക്കാൻ. ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാഷ്ട്രം കൂടിയാണ് വത്തിക്കാൻ. ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാഷ്ട്രമാണ് വത്തിക്കാൻ. UN-ലെ സ്ഥിരം നിരീക്ഷണ പദവിയുള്ള രാജ്യമാണ് വത്തിക്കാൻ. UN-ലെ സ്ഥിരം നിരീക്ഷണ പദവിയുള്ള രാജ്യം, ഹോളി സിറ്റി എന്നറിയപ്പെടുന്ന രാജ്യം അല്ലെ. അതുപോലെ തന്നെ മാർപ്പാപ്പ, നമുക്കറിയുന്ന കാര്യമാണ് മാർപ്പാപ്പ അല്ലെ. മാർപ്പാപ്പയുടെ അംഗരക്ഷകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അത് ചോദിക്കാൻ നല്ല ഒരു ചോദ്യമാണ്. സ്വിസ് ഗാർഡുകളെയാണ് മാർപ്പാപ്പയുടെ അംഗരക്ഷകർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി പോപ്പിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് അഥവാ ഔദ്യോഗിക വസതി ഏതാണെന്നറിയോ? ഏതാണ്? അപ്പോസ്തലിക് പാലസ്. ഏതാണ്? അപ്പോസ്തലിക് പാലസ് അല്ലെ. അപ്പൊ മാർപ്പാപ്പ ആരാണ്? വത്തിക്കാന്റെ ഭരണാധികാരിയായ ആളാണ് ആര്? മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ അംഗരക്ഷകരെയാണ് നമ്മൾ സ്വിസ് ഗാർഡുകൾ എന്ന് വിളിക്കുന്നത്. പോപ്പിന്റെ ഔദ്യോഗിക വസതി ഏതാണ്? അപ്പോസ്തലിക് പാലസ് ആണ്. വത്തിക്കാന്റെ ഔദ്യോഗിക ഭാഷ, അവിടെ പൗരന്മാരായിട്ട് ആരും ജനിക്കില്ല നമ്മൾ പറഞ്ഞു. അവിടുത്തെ ഔദ്യോഗിക ഭാഷ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? ലാറ്റിൻ ആണ് പറയേണ്ടത്. ഏതാ പറയണ്ടേ? ലാറ്റിൻ. ഇനി യൂറോപ്പിലെ ഒരേ മുസ്ലിം രാഷ്ട്രം ചോദിക്കാച്ചാൽ നമ്മൾ എന്തു പറയും? അൽബേനിയ പറയും. യൂറോപ്പിൽ ഒരു മുസ്ലിം രാഷ്ട്രമേ ഉള്ളൂ, അത് ഏതാണ്? അൽബേനിയാണ്. ഇനി സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ആലേഖനം ചെയ്തിട്ടില്ലാത്ത രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. സ്റ്റാമ്പിൽ രാജ്യത്തിന്റെ പേര് ആലേഖനം ചെയ്തിട്ടില്ലാത്ത രാജ്യം ഏതാണ്? ബ്രിട്ടൻ. അതുപോലെ തന്നെ വിഡ്ഢിദിനം ആദ്യമായി ആഘോഷിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. വിഡ്ഢിദിനം ആദ്യമായി ആഘോഷിച്ച രാജ്യം ഫ്രാൻസ് ആണ്. വെളുത്ത റഷ്യ എന്ന് വിളിക്കുന്ന യൂറോപ്യൻ കൺട്രിയാണ് ബെലാറസ്. വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബെലാറസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് നോർവേയിലെ സാൽവാഡ് ദ്വീപിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വിത്ത് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് നോർവേയിലെ സാൽവാഡ് ദ്വീപിലാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മാരിനോ ആണ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മാരിനോ ആണ് കേട്ടോ. ഇനി അടുത്തത് ലാ ടൊമാറ്റിന എന്ന് പറയുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു മേളയുണ്ട്. എന്താണ് ലാ ടൊമാറ്റിന? എന്താ അറിയോ? സ്പെയിനിൽ നടക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു തക്കാളി മേളയുടെ പേരാണ് ലാ ടൊമാറ്റിന എന്നത്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്കിന്റെ പതാകയാണ് കേട്ടോ.
ഇനി ലോകത്തിലെ അപ്പൊ നമ്മള് പ്രശസ്തമായിട്ടുള്ള തക്കാളി മേളയെ കുറിച്ച് പഠിച്ചു. അത് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക മേള എവിടെയാ നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയാണെന്ന് പറയും. കിൻഡർ ഗാർഡൻ, നമുക്കിപ്പോ ഇവിടെ നമ്മളിപ്പോ കിൻഡർ ഗാർഡൻ എല്ലായിടത്തും കേൾക്കുന്നതാണ്. ഈ കിൻഡർ ഗാർഡൻ ഉണ്ടല്ലോ, അത് ആ ആശയത്തിന്റെ, കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജർമ്മൻകാരനായ ഫ്രെഡറിക് ഫ്രോബലാണ്. ജർമ്മൻകാരനായ ഫ്രെഡറിക് ഫ്രോബലാണ് കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ആശയത്തിന് രൂപം നൽകിയ ആള്. ഇനി അടുത്തത് 19ാം നൂറ്റാണ്ടില് ജർമ്മനിയെ ഏകീകരിക്കുകയുണ്ടായി. അങ്ങനെ ജർമ്മനിയെ ഏകീകരിച്ച ചാൻസലർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്മാർക്കാണ്. നമ്മള് മെഡീവൽ ഇന്ത്യ പഠിച്ചപ്പോൾ ബിസ്മാർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? ബിസ്മാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ കാറൽ മാർക്സിനെയും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. കാറൽ മാർക്സിന്റെ ജന്മരാജ്യം ജർമ്മനിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് കാറൽ മാർക്സും ഏംഗൽസും ചേർന്നാണ്. ചോദിച്ചിട്ടുള്ളതാണ്. കാറൽ മാർക്സും ഏംഗൽസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത്. അതുപോലെ തന്നെ ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം രചിച്ചതും ആരന്നെയാണ്? കാറൽ മാർക്സ് തന്നെയാണെന്ന് ഓർക്കാട്ടോ. ഇനി കാറൽ മാർക്സിന്റെ അന്ത്യവിശ്രമ കല്ലറയുടെ പേരൊന്നും കൂടി ഓർത്തു വെക്കുക. എന്താണ്? ഹൈഗേറ്റ് സെമിത്തേരി ആണ് കാറൽ മാർക്സിന്റെ അന്ത്യവിശ്രമ കല്ലറ. ഏതാണ്? ഹൈഗേറ്റ് സെമിത്തേരി. അവിടെ ചില വാക്കുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? സർവ്വരാജ്യത്തിലെ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ്. അപ്പൊ കാറൽ മാർക്സിന്റെ അന്ത്യവിശ്രമ കല്ലറയായ ഹൈഗേറ്റ് സെമിത്തേരിയിൽ കൊത്തിവെച്ചിരിക്കുന്ന വാക്കുകളാണ് സർവ്വരാജ്യത്തിലെ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നത്. ഇനി അടുത്തത് ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഒരു രാജ്യമുണ്ട്. ഇത്ര ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള രാജ്യത്തെ ഏതാ രാജ്യം? ക്രൊയേഷ്യയാണ്. ഏതാണ്? ക്രൊയേഷ്യ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോ ഈ യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രിയയാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്? ഓസ്ട്രിയയാണ് എന്ന് ഓർക്കുക. അപ്പൊ പ്രധാനപ്പെട്ട കുറേയധികം യൂറോപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി 2 വൻകരകൾ കൂടി നമുക്ക് പഠിക്കാണ്ട്. അടുത്ത 2 ദിവസങ്ങളിലായിട്ട് ആ 2 വൻകരകളുടെ ക്ലാസ്സും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.